നമസ്കാരം. നാളത്തെ കേരളത്തെ മുൻനിർത്തി സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ പോസ്റ്റ് പോൾ സർവേയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. മുമ്പ് 2 ഘട്ടങ്ങളിലായി നമ്മൾ അഭിപ്രായ സർവേകൾ നടത്തിയിരുന്നു. അതിൻ്റെ അവസാന ഘട്ടമെന്ന നിലയ്ക്കാണ് സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് പോസ്റ്റ് പോൾ നടത്തിയിരിക്കുന്നത്. എക്സിറ്റ് പോൾ അതുപോലെ തന്നെ അഭിപ്രായ സർവേ എന്നതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സൂക്ഷ്മത ആർജിക്കാൻ കഴിയുന്ന ഒരു സർവേയാണ് പോസ്റ്റ് പോൾ. ഈ സർവേയുടെ വിശദാംശങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഈ സവിശേഷമായ പരിപാടിയിൽ ഒട്ടേറെ പേർ പങ്കെടുക്കുന്നുണ്ട്. ആദ്യം തന്നെ CS സർവേയുടെ കോർഡിനേറ്റർ ശ്രീ ബിവീഷിനെ പരിചയപ്പെടുത്തുന്നു. മുൻ സർവേകളിലും ബിവീഷ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. മറ്റൊരു അതിഥി കൂടിയുണ്ട്. ഈ സർവേയുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ വിദഗ്ധൻ, യൂണിവേഴ്സിറ്റി കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ, അതുപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വകുപ്പ് മേധാവിയായ ശ്രീ M സോമശേഖർ. എൻ്റെ സുഹൃത്തും BJPയുടെ നേതാവുമായ ശ്രീ MS കുമാർ, അതുപോലെ തന്നെ BJPയുടെ അനുഭാവി മാത്രമല്ല കടുത്ത പ്രയോക്താവും വക്താവുമായിട്ടുള്ള ശ്രീ കൊല്ലം തുളസി, ഒരു അഭിനേതാവ് കൂടിയാണ്. അതുപോലെ തന്നെ സെഫോളജിസ്റ്റും പൊളിറ്റിക്കൽ സയൻസിൻ്റെ ഒരു നിറകുടന്ന് വേണം വിശേഷിപ്പിക്കാവുന്ന എൻ്റെ സുഹൃത്ത് ഡോക്ടർ പ്രഭാഷ്. ഇല്ല, കുടന്ന് പറയാൻ പറ്റില്ല, അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സ്ഥിതിക്ക് പറയാവുന്നതാണ്. പൊന്നുകൂടത്ത് പറയാൻ പറ്റുമോ, അതിൽ താമരയില്ല. ഓക്കെ. അതുപോലെ തന്നെ ഡോക്ടർ ലാൽ, തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ. ഇനിയും ഒരുപാട് പേർ നമ്മോടൊപ്പം ചേരാനുണ്ട്. CPMൻ്റെ പ്രതിനിധി അഡ്വക്കേറ്റ് സമ്പത്ത്, അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നേതാവ് ബിന്ദു കൃഷ്ണ. ആദ്യം തന്നെ ബിവീഷ്, എന്താണ് ഈ പോസ്റ്റ് പോൾ സർവേയുടെ വളരെ കാതലായിട്ടുള്ള വശം? സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസ് നടത്തിയ സർവേയുടെ, തെരഞ്ഞെടുപ്പ് സർവേയുടെ 3ാം ഘട്ട സർവേയുടെ റിസൾട്ടാണ് ഇന്ന് നാം ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നത്. ഈ ഒരു സർവേയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, ആദ്യത്തെ 2 ഘട്ടങ്ങളിലായി സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിൻ്റെ ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പോയി കണ്ട റെസ്പോണ്ടൻസിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട റെസ്പോണ്ടൻസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സർവേയാണ് പോസ്റ്റ് പോൾ സ്റ്റഡിയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയത്. മെയ് മാസം 16-ാം തീയതി വൈകുന്നേരം 5:30 മണി മുതൽ മെയ് മാസം 17-ാം തീയതി, അതായത് ഇന്ന് 1 മണി വരെ സെൻറ്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ഫീൽഡ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കണ്ടിട്ടുള്ള റെസ്പോണ്ടൻസിനെ അടിസ്ഥാനമാക്കിയാണ് ഈ പോസ്റ്റ് പോൾ സ്റ്റഡി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധേയം പ്രേക്ഷകരുടെ അറിവിലേക്ക്. അതായത് ഇന്നലെ പോളിംഗ് അവസാനിക്കുന്ന ആ നിമിഷങ്ങളിൽ, അതായത് വൈകിട്ട് 5:30 മണി മുതൽ 6 മണിക്കാണ് പോളിംഗ് അവസാനിക്കുന്നത്. 5:30 മുതൽ വോട്ട് ചെയ്തവരുടെ ഭവനങ്ങളിൽ, വസതികളിൽ, വീടുകളിൽ പോയി നടത്തി ഇന്ന് ഉച്ചവരെ നടത്തിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള പരിശോധനയുടെ ഫലമാണ് ഈ പോസ്റ്റ് പോൾ സർവേയിലൂടെ പുറത്തുവിടുന്നത്. ഒരുപക്ഷെ ഇത്രത്തോളം സൂക്ഷ്മത ഒരു സർവേക്ക് അടുത്ത കാലത്തൊന്നും കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതുവരെ നമ്മുടെ ടെലിവിഷൻ ചാനലുകളിൽ വന്നുകൊണ്ടിരുന്ന സർവേകൾ അഭിപ്രായ സർവേയും അതുപോലെ തന്നെ എക്സിറ്റ് പോളുകളുമാണ്. അതിൽ നിന്ന് വിഭിന്നമായിട്ട് കുറേ കൂടി സൂക്ഷ്മത, ക്ലാരിറ്റി, വ്യക്തത, സ്പഷ്ടത നൽകിക്കൊണ്ടുള്ള ഒരു പോസ്റ്റ് പോൾ സർവേയാണ് നമ്മൾ നൽകിയത്. നമ്മളോടൊപ്പം ഒരുപക്ഷെ ഈ സർവേയെ വിശകലനം, സ്റ്റാറ്റിസ്റ്റിക്സ് ആംഗിളിൽ വിശകലനം ചെയ്ത ശ്രീ സോമശേഖരുണ്ട്. എന്തായിരുന്നു താങ്കളുടെ ഒരു ജോലി? എത്ര tedious ആയിരുന്നു ഈ സർവേയുടെ കണക്കുകളെ മുഴുവൻ വിശകലനം ചെയ്യാൻ വേണ്ടി? ഒരു അഭിപ്രായ സർവേയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമെന്ന് പറയുന്നത് ആ സാമ്പിൾ എത്ര ഗുണനിലവാരമുള്ളതാണെന്നാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇങ്ങനെ റാൻഡം സാമ്പിളിങ്ങിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ അത് നമ്മുടെ സെൻസസ് ഡേറ്റയുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് ജെൻഡർ റേഷ്യോ ഉണ്ടാകണം, റിലീജിയസ് റേഷ്യോ ഉണ്ടാകണം, ഏജ് വൈസ് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകണം. ഇതൊക്കെ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും സർവേ തെറ്റാം. താങ്കളുടെ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം താങ്കൾ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ കണക്കുകൾ, മുമ്പോട്ട് വരാൻ പോകുന്ന കണക്കുകളിൽ ഒരു എറർ ഫാക്ടർ എത്രയാണ്? 1% എറർ ഫാക്ടർ. 1% എറർ ഫാക്ടർ മാത്രമേ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് മേധാവിയായിട്ടുള്ള ശ്രീ സോമശേഖർ കാണുന്നുള്ളൂ. സമ്പത്ത് വന്നിട്ടുണ്ട്. കുമാർ, 1% ഒരു പെശക് മാത്രമേ ഞങ്ങൾ തരാൻ പോകുന്ന കണക്കിൽ സംഭവിക്കാൻ പോകുന്നു. മുൻ സർവേകളുടെ ഒരു ആഘാതത്തിലാണോ അതോ ആഹ്ലാദത്തിലാണോ, ഏതിലാണോ താങ്കൾ ഇപ്പം ഇരിക്കുന്നത്? രണ്ടിലുമല്ല. ഒരു സമദൂരമാണോ? ഞങ്ങളുടേതായ ഒരു സർവേ ഉണ്ട്, ഞങ്ങൾക്ക് ഉണ്ട്. അതിലാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അത് പുറത്ത് വിടുവോ? നാളെ കഴിഞ്ഞാൽ വിടാം. അത് ശരി. അത് ശ്രീ കൊല്ലത്തുള്ള ഷെയർ തട്ടിപ്പാണല്ലോ. ആ സർവേ ഇപ്പം പുറത്തു വിട്ടാലേ അതിന്റെ വെറാസിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എനിക്ക് മനസ്സിലാകാത്തത്, നിങ്ങൾ എന്താ ഈ BJPയുടെ കാര്യത്തിൽ ഇത്ര വലിയ ആങ്ഷ്യസ് എന്താണ്? സ്വാഭാവിക, നിങ്ങൾ മാത്രമല്ല, ഞങ്ങൾ മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 വിഷയമാണ്. ഒന്ന്, ആര് ജയിക്കുന്നു,
2 BJP അക്കൗണ്ട് തുറക്കും. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഒരു മുന്നണി ജയിക്കുന്നതിനെ പോലെ തന്നെ പ്രധാനമായിട്ട് രാഷ്ട്രീയ നിരീക്ഷകർ നോക്കിക്കാണുന്ന രണ്ടാമത്തെ വിഷയമാണ് അക്കൗണ്ട്. അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇന്ത്യയിൽ 31 സംസ്ഥാനങ്ങളിൽ 24 സംസ്ഥാനങ്ങളിലും BJPയുടെ പ്രാതിനിധ്യമുണ്ട്. 15ഓളം സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുന്നുമുണ്ട്. അതിനകത്ത് ക്രിസ്ത്യൻ മെജോറിറ്റിയുള്ള ഗോവയുണ്ട്, മുസ്ലിം മെജോറിറ്റി ജമ്മു കാശ്മീരും ഉണ്ട്. നമ്മൾ തമ്മിൽ എന്താ തർക്കം എന്ന് പറ? അല്ല, തർക്കം ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നതല്ല, പറഞ്ഞുകൊണ്ട് ഇത്രയും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും അംഗസംഖ്യയുള്ള പാർട്ടിയാണ് BJP. ഏറ്റവും ഞാൻ പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്കുണ്ട്. 282 പേര് ഭരിക്കുന്ന ലോക്സഭയുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് ഇതിനോട് ഇത്ര അയിത്തം? എന്താണ് കേരളത്തിൽ വരുമോ കേരളത്തിന് അയിത്തമുണ്ടോ? അപ്പൊ കേരളത്തിന് അയിത്തമുണ്ടെന്ന് പറയുമ്പോൾ അതൊരു ഈ പൂജ്യത്തിൽ നിന്ന് ഇപ്പം വരും, താമര വിടരുമെന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായല്ലോ. ആർക്ക്? ഞങ്ങൾക്ക് ഓക്കെ, വ്യക്തമായി. കുമാറെ, എന്നാ കാരണം ഈ കൊല്ലം തുളസിയുടെ പ്രത്യേകത വെച്ചാല് അദ്ദേഹം ഒരേ സമയം അഭിനേതാവും വില്ലനും BJP ഭക്തനും ഒക്കെയാണ്. പക്ഷെ അദ്ദേഹം എന്നോട് വെച്ചിരിക്കുന്ന എല്ലാ പന്തായ മുൻകാലങ്ങൾ തോന്നിട്ടുണ്ട്. ആ പന്തായ ഒന്നും എനിക്ക് തന്നിട്ട് പോലും ഇല്ല, അത് വേറെ കാര്യം. അതിന്റെ മധ്യസ്ഥനായിട്ട് പ്രവർത്തിച്ച അജിത്താണ്, മംഗളത്തിന്റെ അജിത്ത്. അദ്ദേഹത്തിന് ഈ ഒരു ചർച്ചയിൽ ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചതിന്റെ കാരണം വെച്ചാൽ ഈ ഫ്ലോറിൽ വെച്ച പന്തായം എനിക്ക് കിട്ടുമെന്ന് ഉറപ്പുവരുത്താൻ കൂടിയാണ്. അജിത് കുമാർ അഭിപ്രായം മാറ്റി. സമ്പത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു സർവേയിലേക്ക് നമ്മൾ പോകുന്നത്. ഒരുപാട് എക്സിറ്റ് പോളുകളുടെ ഒരു ആധിക്യത്തിന് ശേഷം ഒരു പോസ്റ്റ് പോൾ സർവേയുമായിട്ട് ഞങ്ങൾ വരുവാണ്. അതിൻ്റെ ഫലങ്ങൾ ഒരുപക്ഷെ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ പുറത്തുവിടുന്നതാണ്. എങ്ങനെയാണ് താങ്കൾ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്? പക്ഷേ കൊല്ലം തുളസി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് ഇത്ര ആയിത്തം? അല്ല, ഇത് ആരുടെയെങ്കിലും മേലുള്ളൊരു അയിത്തമോ അല്ലെങ്കിൽ ആരുടെയെങ്കിലും മേലുള്ള ഒരു ധൃതരാഷ്ട്ര ആലിംഗനമോ ഒന്നും അല്ല വിഷയമെന്നുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സിറ്റ് പോൾ അതിൻ്റെ ഒരു സർവേ, അതിൽ ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ±1% എന്താ പിശക് ഘടകം അല്ലേ, എറർ ഫാക്ടർ അത്രയാണ് വരുന്നത്. അത്രയേ വരുന്നുള്ളൂ എങ്കിൽ അത് മോർ ഓർ ലെസ് ഏതാണ്ട് ശരിയാകാനാണ് സാധ്യത. പിന്നെ സ്വാഭാവികമായി ഇത് നമ്മൾ വോട്ട് ചെയ്യുന്ന ആളുകൾക്ക് പോലും പിശക് സംഭവിക്കുകയും യന്ത്രം പണിമുടക്കുകയും വൈദ്യുതി പിണങ്ങുകയും എല്ലാം ചെയ്യുന്ന ഒരു കാലത്ത് ഈ ഒരു 1% എന്നൊക്കെ ഉള്ളത് സ്വാഭാവികമായി സംഭവിക്കും. പ്രൊഡിക്ഷൻ തയ്യാറല്ല. LDF അധികാരത്തിൽ വരും, എല്ലാം ശരിയാവും. എല്ലാം ശരിയാക്കാനുള്ള ശ്രമം ഞങ്ങൾ ഇപ്പോഴും ആരംഭിച്ചിട്ടുണ്ട്. അത് എല്ലാം ശരിയാ. കാരണം ഇത് ആകെ താറുമാറായിട്ടാണ് കേരളം നിൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു വികസന പരിപ്രേക്ഷ്യം ഉണ്ട് എങ്കിൽ ഇതുവരെ തുളസിയണ്ണനെല്ലാം കുട്ടിക്കാലത്ത് സ്കൂളിൽ പോയി പഠിച്ചിരുന്ന കാലത്തുള്ള അവസ്ഥയിൽ നിന്നും ഞങ്ങളെല്ലാം സ്കൂളിലേക്ക് പോയി പഠിച്ചിരുന്ന ഒരു അവസരത്തിൽ നിന്നും ഇന്ന് നമ്മുടെ കുട്ടികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ ഒരു വല്ലാത്തതായിട്ടുള്ള കുട്ടികൾ തമ്മിൽ തന്നെ ഈ ജാതീയമായ സാമുദായികമായ ചേരിതിരിവെല്ലാം അണ്ണൻ്റെ തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ പൊതിച്ചോറിൽ നിന്ന് അണ്ണൻ എടുത്ത് കഴിച്ചിട്ടുണ്ട്. ഞാൻ കൊണ്ടുപോയിട്ടുള്ള ഭക്ഷണത്തിൽ നിന്ന് ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ സൗഹാർദ്ദ അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അതിൽ നിന്നെല്ലാം ഞാൻ ചോദിച്ചത്, ഈ 3 മുന്നണികളും അവർക്ക് ഒരു ക്യാപ്ഷൻ ഉണ്ടാക്കി, ആപ്തവാക്യം ഉണ്ടാക്കി. എന്താണ് ഈ 3 തരത്തിൽ? അതിൽ ഏറ്റവും ഏഷ്യത് LDF വരും, എല്ലാം ശരിയാവുക. LDF വരും, എല്ലാവരെയും ശരിയാക്കും എന്ന് ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇത് സൃഷ്ടിച്ചത് ജോൺ ബ്രിട്ടാസാണ്. ഫക്രുദ്ദീൻ പറ, അത് നമ്മൾ ചർച്ചയിലേക്ക് ഇതുമായിട്ട് യാതൊരുവിധ ബന്ധമില്ലാത്തൊരു വിഷയമാണ്. ചോദ്യത്തിന് ഉത്തരം പറയുക. ഇവിടെ ഞാൻ അങ്ങോട്ട് ചോദിക്കുക എന്നുള്ളൊരു ജോലിയായിട്ട് നമ്മളെ ഈ മീഡിയ ചരിത്രത്തില് ഏറ്റവും ക്യാച്ചി ആയിട്ടുള്ള ഈ പറയുന്ന സ്ലോഗൻസ് ഇട്ട് കൊടുക്കുന്ന ഒരാള് നിങ്ങൾ 2 ബ്രിട്ടാസുമാണ്, അല്ല മറ്റേ നമ്മളെ നികേഷുമാണ്. അതുകൊണ്ട് ചോദിച്ചാ ഞാൻ പറഞ്ഞേ, ആദ്യം ഏറെ വിമർശനം ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ പതറിപ്പോയി എന്ന് ഞാൻ കേട്ടു. അതായത് LDF വരും, എല്ലാം ശരിയാകും എന്ന് VS-നെ കൊണ്ട് തന്നെ പറയും. LDF വരും, എല്ലാം ശരിയാകും എന്നൊക്കെ പറയിപ്പിച്ചു. ഞാൻ പറഞ്ഞത് എങ്കിലും ഞങ്ങൾ കേട്ടത് ഈ ബാർ കോഴ പ്രശ്നം വന്നപ്പോൾ ബാർ മുതലാളികളോട് പറഞ്ഞ ഒരു വാക്കാണ്, പിന്നെ അവരുടെ മുദ്രാവാക്യം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, എന്നാലും ബ്രിട്ടാസ് ബാർ മുതലാളിയോട് പറഞ്ഞിട്ടാണ്. ഞാൻ ഉദാഹരണം പറഞ്ഞാൽ ഈ തുളസിയണ്ണന് ബാറുമായിട്ടുള്ള ബന്ധം പോലും എനിക്കില്ല. ഇതൊരു ഒരു സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം, നിങ്ങൾ അത് ബ്രിട്ടാസ് ആണോ ശരിയാക്കിയത്? ഞാൻ പ്രഭാഷ്, നമ്മൾ അതൊക്കെ പിന്നീട് നമ്മൾ ഒരുപാട് ഘട്ടങ്ങളിൽ ഇനിയും നമ്മൾ കാണാൻ പോകല്ലേ. തീർന്നല്ലോ. അല്ല, അത് ഇങ്ങനെയുള്ള ചർച്ചയിൽ നമ്മൾ പല കാര്യങ്ങളും പിടിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. അതായത് പല റിസൾട്ട് വെക്കുന്ന പോലെ. ഡോക്ടർ പ്രഭാഷ്, റിസൾട്ടിന്റെ കൂടെ ഞാൻ പ്രഖ്യാപിക്കും. ഡോക്ടർ പ്രഭാഷ്, എക്സിറ്റ് പോളുകളുടെ പ്രളയം വളരെ എന്താ പറയണ്ടേ, വളരെ വൈരുദ്ധ്യമാർന്ന ഒരുപാട് റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്.
താങ്കളെപ്പോലെ ഒരു സെഫോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ മീമാംസകൻ പകച്ചു പോകുന്നൊരു മുഹൂർത്തമാണോ ഇന്നലെ വന്ന എക്സിറ്റ് പോളുകൾ? ഒന്ന് 100 കിടക്കുന്നു, ഒന്ന് 70 നിൽക്കുന്നു, ഒന്ന് 69 നിൽക്കുന്നു, ആകെ കൂടി സമ്മിശ്രമായി. BJPക്ക് 10% വോട്ട് പോലും കൊടുക്കാത്ത സർവേകൾ, അതേസമയം 4 സീറ്റ് കൊടുക്കുന്നു. ഇത്രത്തോളം വോൾട്ടാലിറ്റി ഒരു എക്സിറ്റ് പോൾ രംഗത്ത് വന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? ഞാനൊരു ചോദ്യം അദ്ദേഹത്തോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം. ഈ എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, എന്താണ് എക്സിറ്റ് സർവേ, എന്താണ് ഇതിന്റെ സുതാര്യത അല്ലെങ്കിൽ ഇതിന്റെ സത്യസന്ധത എന്താണ്, എങ്ങനെയാണ് സംഭവിക്കുന്നത്? പലർക്കും അറിയില്ല. എനിക്കും അറിയില്ല ഉള്ള കാര്യം. അതിന്റെ ഇപ്പം നമ്മുടെ സോമശേഖരൻ പറഞ്ഞതുപോലെ അതിന്റെ സത്യസന്ധതയെ ആശ്രയിച്ചാണ് അതിന്റെ ഫലവും കൂടിയുള്ളത്. ഇപ്പൊ എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോൾ കഴിഞ്ഞിട്ട് ഉടനെ നടത്തുന്ന സർവേ. അത് എങ്ങനെയാണ്? അതിന്റെ സാമ്പിളിംഗ് ആണ് സോമശേഖരൻ നേരത്തെ പറഞ്ഞത്. അവരെങ്ങനെയാ സാമ്പിൾ മനസ്സിലായില്ലേ? ജനങ്ങൾക്ക് മനസ്സിലായി. സോമശേഖരൻ ഒന്ന് തുളസിയേട്ടന് കുറച്ചുകൂടി ഒരു വ്യക്തത മാത്രമല്ല പൊതുജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. എക്സിറ്റ് പോൾ എന്ന് പറയുമ്പോൾ വോട്ട് ചെയ്തിട്ട് പോളിംഗ് ബൂത്തിൽ നിന്ന് ഇറങ്ങുന്നവരെ അവിടെ വെച്ച് തന്നെ സർവേ ചെയ്ത് വിശകലനം ചെയ്യുന്നതിനെയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അതായത് പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് വോട്ട് ചെയ്ത് ഇറങ്ങുമ്പോൾ അവിടെ വെച്ച് തന്നെ, അതായത് വീട്ടിൽ പോയിട്ടല്ല, അപ്പോൾ തന്നെ വോട്ട് ചെയ്യിക്കുന്നു. അങ്ങനെയാണ് എക്സിറ്റ് പോൾ എന്ന് പറയുന്നത്. അത് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. അതായത് ചിലർ രാവിലെ 9 തൊട്ട് 10 മണി വരെ ഒരു 10 വരെ കാണും, 11 തൊട്ട് 12 വരെ അടുത്ത ഗ്രൂപ്പ്, 3 തൊട്ട് 4 വരെ, അവസാനത്തെ 1 മണിക്കൂറിലുള്ള 10 വരെ, ഇങ്ങനെ സെലക്ട് ചെയ്ത്. അത് വ്യക്തമായി. ഇനി അടുത്ത തുളസിയേട്ടന് വ്യക്തമാകാനുള്ളത് നിങ്ങളുടെ ഈ പോസ്റ്റ് പോൾ സംവിധാനം എന്തായിരുന്നുള്ളതാണ്. പോസ്റ്റ് പോൾ സംവിധാനത്തെ കുറിച്ച് എനിക്ക് ബിബീഷ് പറഞ്ഞത്, അതായത് പോസ്റ്റ് പോൾ എന്ന് പറയുന്നത് ഈ എക്സിറ്റ് ചെയ്ത് വരുന്ന ഉടനെ ബൂത്തിന് പുറത്ത് വെച്ചോ എവിടെയെങ്കിലും വീട്ടിൽ പോകുന്നതിന് മുമ്പോ കാണുന്നതാണ് എക്സിറ്റ് പോൾ. പോസ്റ്റ് പോൾ അങ്ങനെയല്ല. നേരത്തെ ഇവർ സാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളെ നേരത്തെ ഇവർ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടി, അതല്ലെങ്കിലും കൂടി അവർ വീട്ടിൽ പോയി കണ്ടെത്തി, ഒരു വോട്ട് ചെയ്തതിന് ശേഷം വീട്ടിൽ പോയി കണ്ടെത്തി, അന്നോ അടുത്ത ദിവസമാകാം, അടുത്ത മാസമാകാം, ഇതിന്റെ പഠനത്തിന്റെ രീതി അനുസരിച്ച് മാറാം. ഡോക്ടർ പ്രഭാഷ്, എക്സിറ്റിൽ നിന്ന് പോസ്റ്റ് പോളിലേക്ക് എത്തുമ്പോൾ അതിന്റെ സൂക്ഷ്മത, അതിന്റെ വിശ്വാസ്യത എത്ര ശതമാനം കണ്ട് വർദ്ധിക്കും? നമുക്കത് വർദ്ധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കാര്യം ശരിക്കും നല്ല ഡേറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രീ പോൾ സർവേ ആണ്. പ്രീ പോളാണ്. എക്സിറ്റ് പോളിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഡേറ്റ കുറച്ച് കറക്റ്റ് ആവും. പിന്നെ അതിനെക്കാട്ടി കുറച്ചുകൂടി റിലയബിൾ ആയിരിക്കാം ഒരു പക്ഷേ പോസ്റ്റ് പോൾ എന്ന് പറയുന്നത്. എക്സിറ്റ് പോളിനേക്കാളും കുറച്ചുകൂടി റിലയബിൾ ആണ് പോസ്റ്റ് പോൾ എന്ന് പറയുന്നത്. കാരണം പിന്നെ ഇത് ആത്യന്തികമായി ഇതിന്റെ മെത്തഡോളജി, ഇത് റെസ്പോണ്ടൻസിനെ എടുക്കുന്നത് ക്വസ്റ്റനെയറിന്റെ, ഇവിടെ ക്വസ്റ്റനെയർ കാണത്തില്ല, വോട്ടിംഗ് മാത്രമേ കാണൂ. പിന്നെ പോകുന്ന ആൾക്കാരുടെ വിശ്വാസ്യത, ഈ ഐഡന്റിറ്റി ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ്. ഇവിടെ 2 പേരാണ്. ഒന്ന് ഒരുപക്ഷെ പിന്നെ ബിബീഷ് ഇതിന്റെ കോർഡിനേറ്ററാണ്, 2 ശ്രീ സോമശേഖരൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് മേധാവി കൂടിയാണ്. ഈ 2 പേരുടെ കയ്യിലൂടെയാണ് ഈ ഡേറ്റകൾ കടന്നുപോയത്. ഒരുപക്ഷെ ഈ പോളിൽ മാർജിൻ ഓഫ് എറർ 1% കൽപ്പിച്ചിരിക്കുന്ന ഇവർ തന്നെയാണ്. അപ്പം ഇവരുടെ കാര്യശേഷിയും സമഗ്രതയും പരിശോധനയും വിശകലനമായിരിക്കാം ഈ പറഞ്ഞ സർവേയുടെ ഈ പറഞ്ഞ മാറ്റം. ഇതിൽ യാതൊരുവിധ തുളസിയേട്ടനൊന്നും തെറ്റിയിരിക്കേണ്ട, ഇതിൽ ഒരു ഫിഗറിൽ പോലും ഒരു മാറ്റവും ഞങ്ങൾ നടത്തിയിട്ടില്ല. എന്താ കാരണം വെച്ചാൽ അതല്ല ഇവിടെ ഇവർ നടത്തിയ ഒപ്പീനിയൻ പോൾ എന്ന് പറയുന്നത് ഇതെല്ലാം റാൻഡം സ്റ്റഡിയാണ്. ഒരു സാമ്പിൾ സർവേയും പെർഫെക്റ്റ്ലി ശരിയാകില്ല ലോകത്തൊന്നും. അതായത് ശാസ്ത്രീയമായ പഠനം പോലും ഗവേഷണം പോലും 100% ശരിയല്ല. കാരണം അത് സാമ്പിൾ സ്റ്റഡി, ഒരു റാൻഡം സ്റ്റഡിയാണ്. അതിനകത്ത് എപ്പോഴും എറർ ഫാക്ടർ ഉണ്ട്. അത് സ്വാഭാവികമായിട്ട് ഒപ്പീനിയൻ പോളിൽ ഉണ്ടാകും. പിന്നീട് ഇത് എങ്ങനെയാണ് ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, നമ്മൾ മാക്സിമം ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് ട്രെയിനിങ് കൊടുത്ത് അഡ്വാൻസ് ആയിട്ട് വോട്ടേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ തന്നെ കാണാനാണ് ഏൽപ്പിക്കുന്നത്. ഈ ചെയ്യുന്ന ആളിന്റെ ഐഡന്റിറ്റി റിവീൽ ചെയ്തിട്ടാണോ ഒരാളോട് ചോദിക്കുന്നത്? ചെയ്യുന്ന ആളുടെ ഐഡന്റിറ്റി ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടാണോ? സർവേ നടത്തുന്ന ആള് സെന്റർ ഫോർ ഇലക്ടറൽ സ്റ്റഡീസിന്റെ പറയൂ. നമ്മുടെ സമയം എന്താ കാരണം വെച്ചാൽ ഈ ട്യൂഷനൊക്കെ വേണമെങ്കിൽ പിന്നീട് നമുക്ക് തുളസിയേട്ടന് കൊടുക്കാവുന്നതാണ്. സർവേയുടെ ആധികാരികതയെക്കുറിച്ച് പലതും പറഞ്ഞു. എങ്കിൽ കൂടി ഒരു കാര്യം വ്യക്തമാക്കുന്നത് 3 ഘട്ടം സർവേ ആണ്. ആദ്യത്തെ 1ാം ഘട്ടത്തിൽ പോയി കാണുന്ന അതേ വീടുകളിൽ അതേ ആളുകളെ തന്നെ 2ാം ഘട്ടത്തിലും 3ാം ഘട്ടത്തിലും പോയി കാണുന്നത്. അപ്പോൾ തീർച്ചയായും മുൻപിൽ വരുന്ന അല്ലെങ്കിൽ ഇന്റർവ്യൂ ചെയ്യാൻ വരുന്ന ആളുകൾക്കും റെസ്പോണ്ടൻസും തമ്മിൽ ഒരു ബന്ധം അവിടെ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ഞങ്ങളുടെ വിശ്വാസ്യതയോ അല്ലെങ്കിൽ ഇത് മറ്റേതെങ്കിലും ഏജൻസി ആണെന്ന് അല്ലെങ്കിൽ സംശയത്തിന്റെ ഒരു ഇല്ല. ശ്രീ മുരുകൻ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ PV മുരുകൻ, ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ മാധ്യമപ്രവർത്തകർ ഒരുപാട് കാലം ഉരുണ്ട് നടന്നുകൊണ്ടിരുന്നത് പോളിംഗ് പെർസെൻറ്റേജിന് മുകളിലാണ്. ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് 77.35 77.35. ഇന്ന് പത്രങ്ങളിൽ വന്നതുപോലെയല്ല. യഥാർത്ഥത്തിൽ കേരള ചരിത്രത്തിലെ 4ാമത്തെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് പ്രതീക്ഷിതമാണ്. എന്തുകൊണ്ടെന്നാൽ
കുമാറിന്റെ പാർട്ടിയുടെ ആ റിസർജൻസ്, സജീവത, NDA അതിന്റെ ഒരു സാന്നിധ്യം വോട്ടർമാരെ കൊണ്ടുവന്നു. നോക്കുക, കാസർഗോഡ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന 2 ജില്ലകൾ കോഴിക്കോട്, അതുപോലെ കണ്ണൂർ. ഇതാണ് മലബാറിലെ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. മുരുകൻ എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ടോ എന്ന് നോക്കണം ഇതിനകത്തുനിന്ന്. അതുപോലെ തന്നെ ഇനി തിരുവിതാംകൂറിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പറഞ്ഞ മധ്യ തെക്കൻ ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ എറണാകുളം 79.77, അതുപോലെ ആലപ്പുഴ 79.88, തിരുവനന്തപുരം തുളസിയെന്നും കുറച്ചുകൂടി ഊന്നാൻ ശ്രമിച്ച ഒരു ജില്ലയാണിത് കേട്ടാ. അവിടെ അത്ര പോരാ, 72.53. പ്രധാനമായിട്ട് ഈ 3 ദിവസം അവധി വന്നതാണ് സർക്കാർ ജീവനക്കാരെല്ലാം. ഓക്കെ, അപ്പൊ അവിടെ താങ്കൾ പ്രതീക്ഷിക്കുന്ന വോട്ട് കിട്ടില്ലേ? സാധ്യത കുറവാണ്. അപ്പം ഈ അതുപോലെ മലപ്പുറം 71.66, അവിടുന്ന് എങ്ങോട്ട് പോയി ആൾക്കാർ, സർക്കാർ ജീവനക്കാര്? ഇത് പത്തനംതിട്ട ആയിരിക്കും. ദേവി ഇതൊന്നും കൂടെ പരിശോധിക്കുക. നോക്കുക, മലപ്പുറം 75. മലപ്പുറം മുരുകൻ, അതായത് വോട്ടിംഗ് പെർസെൻറ്റേജിൽ വലിയൊരു വർധനവ്. കേരള ചരിത്രത്തിലെ ഏറ്റവും 4ാമത്തെ ഉയർന്ന പോളിംഗ്. ഇതിന് മുമ്പുള്ള തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ഒരു പക്ഷേ 77-ലും 80-ലൊക്കെയാണ്. 87-ലാണ് എനിക്ക് തോന്നുന്നു. 960 85.77, 77-ൽ 79.19, 987-ൽ 80.54. ഇത് കഴിഞ്ഞാൽ 4ാമത്തെ ഏറ്റവും ഉയർന്ന പോളിംഗാണ്. മുരുകൻ, ക്യുക്കായിട്ട് എന്തെങ്കിലും ഇതിനകത്ത് അനുമാനിക്കാൻ പറ്റുന്നുണ്ടോ? അല്ല, ഇപ്പം കഴിഞ്ഞ ചർച്ചകളിലെല്ലാം നമ്മൾ വിലയിരുത്തിയത് ഇതിനെല്ലാം ഒരു മറ്റേ സാമുദായിക ധ്രുവീകരണം മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഞാനിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കാണുന്നത് ഒരു പൊളിറ്റിക്കൽ അപ്ഹവൽ എന്ന് പറയുന്ന രീതിയിലാണ്. ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ്, അതായത് ഒരു പൊളിറ്റിക്സ് തിരിച്ചു വരുന്നു. ത്രികോണ മത്സരം വന്നതിന്റെ ഒരു ഇമ്പാക്ട് ആണ് അത്. നമുക്ക് വേണമെങ്കിൽ പിന്നീട് ഫിഗേഴ്സ് പിന്നീട് റിസൾട്ട് വന്നിട്ട് നമുക്ക് വിലയിരുത്താൻ പറ്റും. ത്രികോണ മത്സരം കൊണ്ടാണോ എന്ന് വിലയിരുത്താൻ പറ്റും. ഇപ്പോൾ 2% വർധനമെന്നുള്ള സ്വാഭാവികമായിട്ടും BJP BDJSന്റെ സാന്നിധ്യമായിരിക്കണ്ടേ? തീർച്ചയായിട്ടും. അത് മാത്രമല്ല, BJP വിട്ടാസ് പറഞ്ഞ കറക്റ്റാണ്. BJPയും BDJSും ഇത്രയും ശക്തമായ, NDA ഇത്ര ശക്തമായ ഒരു പ്രചരണ രംഗത്തുണ്ടായിരുന്ന കാലഘട്ടം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതൊരു പ്രധാനപ്പെട്ട സംഗതി തന്നെയാണ്. അതോടൊപ്പം തന്നെ മറ്റു പല മേഖലകളിലും വളരെ ക്രൂഷ്യൽ മത്സരം നടക്കുന്ന, അതായത് ഇപ്പോൾ പൂഞ്ഞാറ് അല്ലെങ്കിൽ അതുപോലെ ശക്തമായ മത്സരം നടക്കുന്നിടത്ത് കൂടുതൽ വോട്ടർമാരെ രംഗത്തിറക്കാൻ മറ്റു എല്ലാ കക്ഷികൾക്കുമായി. അതുകൊണ്ട് അതിനെ ഒരു NDAയുടെ മാത്രം എമർജൻസി ആയിട്ട് കാണണ്ട. ഒരു ത്രികോണ ചതുഷ്കോണ. ഒരു കാര്യം ഇപ്പൊ മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന്റെ ഇടയിൽ BJP അക്കൗണ്ട് തുറക്കുന്നുള്ള പേടി കൊണ്ട് അതുവരെ വോട്ട് ചെയ്യാൻ പോകാത്ത ആളുകൾ ഇത്തവണ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. ഗൾഫിൽ നിന്ന് അതിന് വേണ്ടിയിട്ട് വന്ന ആളുകളുണ്ട്. ഇതൊരു ഫാക്ടറാണ്. മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിൽ അതുവരെ വോട്ട് ചെയ്യാൻ പോകുന്ന മുസ്ലിം സ്ത്രീകളെല്ലാം തന്നെ ഈ തവണ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് ബീഫ് വയ്ക്കണ്ടേ. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ട്രഡീഷണൽ കൺസെപ്റ്റ് എന്താ? വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടിയാൽ UDF വിജയിക്കും, വോട്ടിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ LDFന്, അതായത് അടിസ്ഥാന വോട്ടർമാർ കൂടുതലുള്ളിടത്ത് വിജയിക്കും എന്നുള്ള കൺസെപ്റ്റ് പൊളിച്ചെഴുതേണ്ട സമയമായി. നമ്മുടെ എപ്പോഴും നമ്മുടെ പത്രക്കാർ എഴുതുന്ന ഒരു മാറ്റേണ്ട സമയമായി. അത് മാറ്റിയിരിക്കുന്നു. പുതിയ വോട്ടർമാരുണ്ടല്ലോ. ഇപ്പൊ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ 18 വയസ്സായ പെൺകുട്ടികളുടെ നീണ്ട നിരയായിരുന്നു തെരഞ്ഞെടുപ്പിൽ. എന്താ കാര്യം? അവർ പലരും വോട്ട് ചെയ്തത് ജിഷയുടെ കേസിന്റെ പേരിലാണ്, അല്ലെ ഒരു വെക്കേഷൻ പോയിനെ. ഇലക്ഷൻ കമ്മീഷന്റെ നല്ല ശക്തിയായ ഒരു പ്രചരണം ഉണ്ടായിരുന്നു, ആഹ്വാനം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പലരും വോട്ട് ചെയ്യണമെന്ന് മുൻകാലങ്ങളിലൊന്നും ഇല്ലാത്ത വിധമുള്ള എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കാനുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. ഒരു ചെറിയ ശതമാനത്തെങ്കിലും അത് സ്വാധീനിച്ചിട്ടുണ്ടാവും. ഈ നവ വോട്ടർമാരിൽ നല്ലൊരു ഭാഗത്തെ ഇലക്ഷൻ ബൂത്തിലേക്ക് എത്തിക്കാൻ ഇലക്ഷൻ കമ്മീഷന്റെ പ്രചരണത്തിന് ഒരു കാരണമായിട്ടുണ്ട്. പിന്നെ നമ്മുടെ സുഹൃത്ത് അദ്ദേഹം പറഞ്ഞതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. BJP തോൽപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നൊക്കെ വോട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞാൽ സംസ്ഥാനത്ത് വളരെ അതിശയോക്തിപരമായ തലശ്ശേരി പോയപ്പോൾ ഹോട്ടലിൽ താമസിച്ചു. നമ്മളെ അത്യാവശ്യം ചാനലിലൊക്കെ വരുന്നുണ്ട്. അവിടെയൊക്കെ നമ്മളെ പരിചയപ്പെട്ടു. ഞാൻ ചോദിച്ചു, നിങ്ങൾ പിന്നെ തലശ്ശേരി പോയി എന്നിട്ട് അപ്പൊ ഒരു ഹോട്ടലിൽ താമസിച്ചു. അപ്പൊ വെറുതെ അല്ല അബ്ദുൽ കുരിയുടെ മേത്ത് ആരോ തുപ്പിന്ന് പറഞ്ഞത്. അല്ല, ഓനെ കിട്ടിയ നമ്മൾ തുപ്പ് കയ്യിലിരിപ്പതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഞാൻ എക്കാനോട് സംസാരിച്ചു. ഇപ്പൊ ഭയങ്കര ലീഗാരനാ. അപ്പൊ ഒക്കെ വന്നു, മോനെ ഇത്തവണ വന്നത് എന്താന്ന് വെച്ചാല് ഈ തവണ വല്ലാത്തൊരു ഇലക്ഷൻ. ഈ രണ്ടിൽ ഉത്തരേന്ത്യയിലൊക്കെ ബീഫ് കഴിച്ചതിന്റെ വല്ല ആളുകളെ തല്ലിക്കൊല്ലുന്നു. നമുക്കൊക്കെ ഒരു ജനാധിപത്യ ബോധമല്ലേ, നമുക്ക് രാഷ്ട്രീയക്കണ്ട. ഇത് കേരളത്തിന് വേണ്ടിയുള്ള വോട്ടാന്ന് തോന്നുന്നു. 3-4 ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു ഫാക്ടറാ. ഡോക്ടർ പ്രഭാഷ്, ഇത് ഈ സാമ്പിൾ സൈസ് അത്ര ഒരു ഈ പറഞ്ഞ പോലെ BJP ഫാക്ടർ ഒരുപക്ഷെ BJPക്ക് അനുകൂലമായ ഒരു വോട്ടായിട്ടല്ലേ വരികയല്ല. അത്
ഈ പറഞ്ഞ 2.5% അല്ലാതെ BJP തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ അല്ല ഗൾഫിൻ്റെ ഫർഗറ്റ് അബൌട്ട് ഗൾഫ്. പക്ഷേ ഇപ്പോൾ BJP ഫാക്ടർ വന്നപ്പോഴത്തേക്കും ന്യൂനപക്ഷ മേഖലകളിൽ ധ്രുവീകരണം ഉണ്ടാകാം. അത് വർദ്ധിച്ച തോതിൽ അവർക്ക് പോളിംഗ് ബൂത്തിലേക്ക് വരാനുള്ള ഒരു പറഞ്ഞില്ലേ നേരത്തെ ഈ പോളിംഗ് റേറ്റ് ഉയർന്ന സമയങ്ങളിലെല്ലാം പൊളിറ്റിക്കലായിട്ടുള്ള വോട്ടായിരുന്നു. ഒരു ഡിസിസീവ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ. പൊളിറ്റിക്കലായിട്ടുള്ള സാർ പറഞ്ഞാൽ ഡിസിസീവാണ്, ഡിസിസീവായിട്ടുള്ള വോട്ടാണ്. അപ്പോൾ ഇപ്പോൾ എന്താ പറയുക, പോളിംഗ് ശതമാനം കൂടിയെന്ന് പറഞ്ഞാൽ വളരെ പൊളിറ്റിക്കലി ആളുകൾ ചിന്തിക്കുന്നു, പൊളിറ്റിക്കലി ആളുകൾ ഇത് ചെയ്യുന്നു. അല്ലാതെ അതിനകത്ത് സാമുദായികമായ ഒരു ധ്രുവീകരണം അതൊക്കെ കുറച്ച് ചെറിയ രീതിയിൽ എന്തായാലും നമുക്ക് സമ്പത്ത് ഒരു കാര്യം സമ്മതിക്കണം. ഒന്ന്, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അവയർനെസ് ആകാം. 2, കൂടുതൽ പ്ലെയേഴ്സ് ഈ തെരഞ്ഞെടുപ്പിൽ സജീവമായി വന്നു. പുതിയൊരു പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ വന്നു, BDJS. പിന്നെ ത്രികോണ മത്സരങ്ങൾ ഒരു ഡസനോളം മണ്ഡലങ്ങളിലും ശക്തമായി. ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്. ഇതൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ മഴ സീസൺ ആയതുകൊണ്ട് മിക്കവാറും സ്ഥാനാർത്ഥികളെല്ലാം 12 മണിക്ക് മുമ്പ് തന്നെ അവരുടെ വോട്ട് രേഖപ്പെടുത്തണമെന്ന് പറഞ്ഞു രഹസ്യമായ ഒരു നീക്കം ഉണ്ടായിട്ടുണ്ട് പല പാർട്ടികളും. ചിലപ്പം ദിവാകരൻ തന്നെ പരസ്യമായിട്ട് അതല്ല വോട്ട് കൂടാനുള്ള പ്രധാനമല്ലേ. അല്ല, അത് പിന്നെ അവർ 5 മണിക്ക് വോട്ട് സ്ഥിരം ചെയ്യുന്ന കാര്യം. അത് തുളസിയേണ്ട അതിനകത്ത് വലിയ പ്രശ്നമില്ല. നമുക്ക് ഒരു ചെറിയൊരു ബ്രേക്കിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം നമുക്ക് എക്സിറ്റ് പോളുകൾ എന്താണ് ഒരു പക്ഷേ കേരളത്തെ മുൻനിർത്തിയിട്ട് ഇല്ലല്ല എക്സിറ്റ് പോളുകൾ എന്താണ് പറഞ്ഞത് നോക്കിയിട്ട് പ്രശ്നം കൂട്ടാതെ അതിലേക്ക് പോവാ. അജിത്തിന് മറ്റു കാര്യങ്ങൾക്ക് പോകേണ്ട സമയത്തിന് മുമ്പ് തന്നെ എങ്ങും പോകുന്നില്ല. ഓക്കെ, അജിത്തിന് നമ്മള് മറ്റ് പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പരിപാടികൾ എന്ന് പറഞ്ഞാൽ വാർത്ത വിശകലനം, എഡിറ്റോറിയൽ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. അല്ലാതെ വേറെ ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. അതായത് ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നതാണ്. ആരും ഇങ്ങോട്ട് പോരുത്. സെന്റർ ഫോർ ഇലക്ട്രൽ സ്റ്റഡീസിന്റെ പോസ്റ്റ് പോൾ സർവേയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മുടെ പാനൽ വളരെ സമൃദ്ധമാണ്. കോൺഗ്രസിന്റെ വക്താവ് ബിന്ദു കൃഷ്ണയുണ്ട്. അതുപോലെ തന്നെ പ്രശസ്ത സംവിധായകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ശ്രീ B. ഉണ്ണികൃഷ്ണനുണ്ട്. എന്തുകൊണ്ടും സമൃദ്ധമായ സമ്പന്നമായ ഒരു പാനലാണ്. തെരഞ്ഞെടുപ്പിൻ്റെ സ്പന്ദനങ്ങളെ ഉൾക്കൊള്ളാനും ആവാഹിക്കാനും വിശകലനം ചെയ്യാനും ശേഷിയുള്ള വലിയൊരു നിരയാണ് നമുക്കുള്ളത്. നമ്മൾ ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത് വെച്ചിരുന്നത് എക്സിറ്റ് പോളുകളെക്കുറിച്ചും അതുപോലെ തന്നെ പെർസെൻറ്റേജ് എങ്ങനെയാണ് ഒരുപക്ഷെ ഈ പറഞ്ഞ പോളിംഗ് ശതമാനങ്ങൾ തെരഞ്ഞെടുപ്പ് വിധിയെ സ്വാധീനിച്ചുള്ളതാണ്. വേണമെങ്കിൽ നമുക്കൊന്ന് ക്വിക്കായിട്ട് വേണമെങ്കിൽ അജിത്തെ ഈ പറഞ്ഞ മാധ്യമപ്രവർത്തകരുടെ കുസൃതിക്ക് വേണ്ടിയിട്ട് നോക്കുക. ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള പെർസെൻറ്റേജ് ഒരു വ്യക്തത കിട്ടാൻ വേണ്ടിയാണ്. ഇന്നാണ് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് ഈ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് പെർസെൻറ്റേജ് വന്നത്. അത് പ്രകാരം 77.35 നോക്കുക. 2011 75.12 അപ്പം കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 4ാമത്തെ പോളിംഗ് ആണ് ഈ 2016 ജനവിധിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാണ് പണ്ട് കാലത്ത് പറഞ്ഞിരുന്നു, അജിത്തിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞിരുന്നു, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞാൽ LDF ജയിക്കും, കൂടിയാൽ UDF ജയിക്കും. പക്ഷെ അത് എവിടെയോ വെച്ചിട്ട് 87 വെച്ചിട്ട് കലങ്ങി. 60 വിമോചന സമരത്തിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിൽ കോൺഗ്രസ് 77 അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പുകൾക്കെല്ലാം ഇങ്ങനെ സവിശേഷതകൾ ഉണ്ടായിരുന്നു. പക്ഷെ 987 B. ഉണ്ണികൃഷ്ണൻ 87 വലിയ ഉയർന്ന പോളിംഗ് ആയിരുന്നു. ഇടതുപക്ഷം ജയിച്ചു. അന്നോട് കൂടിയിട്ട് ഈ അജിത് കുമാറും മുരുകനും ആ പരിപാടി അവസാനിപ്പിച്ചു. അതല്ലെങ്കിൽ പത്രത്തിന്റെ ഒരു 1/4 പേജ് ഈ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ബന്ധം താങ്കൾ കാണുന്നുണ്ടോ? ഒരു ശാസ്ത്രീയതയില്ല. പോളിംഗ് പെർസെൻറ്റേജ് കൂടുന്നത് മറ്റത് കമ്മിറ്റഡ് ആയിട്ടുള്ള വോട്ടർമാർ LDFൻ്റെതാണ്. അവരെല്ലാവരും എന്തായാലും ഒന്ന് വോട്ട് ചെയ്യും. വരാതിരിക്കുന്നതെല്ലാം കോൺഗ്രസ് അനുഭാവികളാണ്. ഇങ്ങനെ ഒരു വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ഒരു ആശയത്തിൽ സമ്പന്ന വിഭാഗത്തിലെ ആൾക്കാർ മഴ കൊണ്ടും വെയിൽ കൊണ്ടും പോളിംഗ് ബൂത്തിലേക്ക് വരാൻ വൈമുഖ്യം ഉണ്ടാവുന്നു. അത് ഇപ്പോൾ അത് പോയി മാറ്റം വരാൻ പ്രധാന കാരണം വെച്ചാൽ പൊളിറ്റിക്സ് ചോർന്നു പോയതാണ്. ഒരു പൊളിറ്റിക്കൽ ബേസ് എല്ലാ പാർട്ടികൾക്കും ഉണ്ടായിരുന്നു, മുന്നണികൾക്കും ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ബേസിൽ വരുന്ന ചോർച്ചയാണ് ഈ ഇൻകൺസിസ്റ്റൻസിയുടെ കാരണം. പക്ഷേ B. ഉണ്ണികൃഷ്ണൻ ഇക്കുറി ഈ 2% വർധനവിന്റെ കാരണം ഒരുപക്ഷെ തുളസി അണ്ണനും MS കുമാറും ആയിരിക്കുമോ? അതാണ് പൊതുവെ ആൾക്കാർ നിരൂപിക്കാൻ. അത് മാത്രമായിരിക്കില്ല എന്ന് തോന്നുന്നു ബ്രിട്ടാസ്. കാര്യം ഏറ്റവും അധികം വൈവിധ്യമാർന്ന വിഷയങ്ങൾ, ഏറ്റവും എന്താ പറയണ്ട ക്ലോസ്ലി കണ്ടസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ്റെ സ്വഭാവം പല മണ്ഡലത്തിലും അത് വലിയ തീവാർന്ന മത്സരങ്ങളിലേക്ക് കൊണ്ടുപോവുകയും 80% മുകളിലേക്ക് പല മണ്ഡലങ്ങളും ഉയർന്നു. അങ്ങനെ അതിൻ്റെ ഒരു ടോട്ടൽ നമ്മളൊരു ആവറേജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്നൊരു വർധനവ്. ബിന്ദു കൃഷ്ണ, എന്താണ് കോൺഗ്രസ്
വോട്ടേഴ്സ് കേന്ദ്രങ്ങളിൽ ഇന്നലത്തെ എക്സിറ്റ് പോളുകൾക്ക് ശേഷം ഒരു മ്ലാനതയുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നിറഞ്ഞ പുഞ്ചിരിയാണ് ബിന്ദു കൃഷ്ണയുടെ. ഈ പുഞ്ചിരിക്കകത്ത് വേറെ വല്ല അർത്ഥമുണ്ടോ അജിത്തെ? എപ്പോഴും അതെ. ഇല്ല, അടിസ്ഥാനവും ഇല്ല. കാരണം എക്സിറ്റ് പോളുകൾ പൂർണ്ണമായി നമ്മുടെ ഫലത്തെ തീരുമാനിച്ചിട്ടുള്ളത് അപൂർവ സമയങ്ങളിൽ മാത്രം. ഒരു ഉദാഹരണം, എക്സിറ്റ് പോളുകൾ എല്ലാം ശരിവയ്ക്കുകയായിരുന്നെങ്കിൽ നിതീഷ് കുമാർ ഇപ്പോൾ ബീഹാർ ഭരിക്കുമായിരുന്നില്ല. തോന്നുന്നില്ലേ? കറക്റ്റാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോള് അദ്ദേഹത്തിന് ഇത് പ്രെഡിക്റ്റ് ചെയ്ത പോളാണ്. അത് ഒരെണ്ണൊക്കെയുള്ളൂ. അതിനുള്ള മറുപടി ബിന്ദു കൃഷിയുണ്ട്. ഒരിക്കൽ ചക്കയിട്ടപ്പോൾ മൊയിൽ കിട്ടി എന്ന് വിചാരിച്ച് എപ്പോഴും ചക്കയിട്ട അല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെ ഞാൻ കേൾക്കുന്നുണ്ട്, ഇപ്പൊ മനസ്സിൽ പറയുന്നത് ഞാൻ കേട്ടു. അതുകൊണ്ടാണ്. അത് മാത്രമല്ല, സത്യപ്രതിജ്ഞയ്ക്കുള്ള തീയതി പോലും ഉമ്മൻചാണ്ടി തീരുമാനിച്ചതായിട്ട് ഒരു കോൺഗ്രസ് നേതാവ് പറയുന്നു. 23-ാം തീയതി MS കുമാറിന് ക്ഷണവും കിട്ടിയിരിക്കുന്നു. അതാണ്. പക്ഷേ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഇന്നും ബിന്ദു കൃഷ്ണ ഉമ്മൻചാണ്ടിയോട് സംസാരിച്ചപ്പോൾ തികഞ്ഞ ആത്മവിശ്വാസം തീർച്ചയായും UDF-ന്റെ നേതാക്കന്മാരെല്ലാം തന്നെ ഞങ്ങൾ എല്ലാവരും. അല്ല, ബിന്ദു കൃഷ്ണ ഈ അജിത്ത് പറയുന്ന പോലെ ഉമ്മൻചാണ്ടിയോട് ബിന്ദു കൃഷ്ണ സംസാരിച്ചപ്പോൾ എന്ത് പറഞ്ഞു? ആത്മവിശ്വാസത്തിലാണ്. UDF വളരെ ആത്മവിശ്വാസത്തിലാണ്. ആ ഒരു ആത്മവിശ്വാസമാണ് കൊണ്ടൊന്നും ഞങ്ങളെ തർക്കാൻ പറ്റില്ല. ഫലം വരട്ടെ. ആ ആത്മവിശ്വാസമാണ് ബിന്ദു കൃഷ്ണയുടെ മുഖത്ത് തുളുമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തൊരു സന്തോഷമാണെന്ന്. 3 കൂട്ടർ ആത്മവിശ്വാസത്തില്ല. ആരെ 3? അതാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് ഭൂതത് കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് കാരണം വെച്ചാല് അല്ല തുളസേണ്ണ ഞങ്ങൾ ഭരിക്കുമെന്നല്ല, ഞങ്ങൾ ഇവിടെ താമര വിരിക്ക് അക്കൗണ്ട് തുറക്കും എന്നുള്ളതാണ്. അതാണ് ഞങ്ങളുടെ ഒരു സീറ്റിക്ക് ഒരു സീറ്റ് അത്രേ ഉള്ളൂ. ഒന്നല്ല, അതിൽ കൂടി വരും. ഒന്നെങ്കിൽ 5-നും 10-നും ഇടയ്ക്ക്. 5-നും 10-നും ഇടയ്ക്ക്. തുളസി, താമര വിരിയുന്നത് പൊൻകുടത്തിലായിരിക്കും. അല്ലല്ല, ചെളിയിലാണ് എന്ന് പറഞ്ഞാൽ വെള്ളാപ്പള്ളി നടേശന് ഇപ്പം തന്നെ പറഞ്ഞതാ. അതെ കേട്ടോ, ഞാൻ പറഞ്ഞ അതായത് വെള്ളാപ്പള്ളി നടേശന് ഇപ്പം തന്നെ കൊല്ലം തുളസി തള്ളി പറഞ്ഞു. സാർ, ഇത് യെച്ചൂരി പറഞ്ഞ വാക്കാ. 5 മുതൽ 10 വരെ സീറ്റുകൾ BJP കിട്ടും. പന്തയപ്പക്കാരത് അല്ല, കഴിഞ്ഞ പത്തായിരിക്കും തരാറുണ്ട്. ഈ സിനിമാക്കാർക്കെല്ലാം അപമാനമാക്കരുത് കേട്ടോ. കഴിഞ്ഞ വന്നായി തന്നിട്ടില്ല. അതിന് മധ്യസ്ഥായിരുന്നു. അല്ല, ഈ തുളസികളിലെ പിന്നെ നിലപാടിനോട് ആർക്കെങ്കിലും പന്തായം ഉണ്ടോ? ചേട്ടാ, പന്തായം വെക്കണേ എന്നോട് വെച്ചോളൂ. തന്നില്ലെങ്കിലും ഞാൻ വെളി പറയില്ല. അങ്ങനെ അവതാരം വേണ്ട. അല്ല ഉണ്ണികൃഷ്ണൻ, ഇതിന് മുമ്പ് ഒരു പന്തായം ഇവിടെ വെക്കുകയും പൈസ ഇവിടെ വാങ്ങുകയും ഇവിടുത്തെ എല്ലാ ക്രൂവിനും ബിരിയാണി രാത്രി വാങ്ങിച്ചു കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, താമര വിരിയില്ല എന്ന് പന്തായം വെക്കാൻ പറ്റുമായിരുന്നില്ല. അല്ല, അതെന്താ വെക്കാത്ത? താമര വിരിയില്ല, BJP അക്കൗണ്ട് തുറക്കില്ല എന്ന് പന്തായം വെക്കാൻ പറ്റും. മുരുകൻ റെഡിയാണ്. 5 മുതൽ 10 റെഡിയാണോ? അതല്ല, വിരിയില്ല. ഒരു സെക്കൻഡ്, 5 മുതൽ 10 വരെ എന്തായാലും നടക്കത്തില്ല. തുളസേണ്ണ 5 മുതൽ 10 വരെ എന്നുള്ളത് നടക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് ടെസ്റ്റ് ചെയ്തല്ലേ. ഞാൻ പറഞ്ഞത് ഇവിടെ വിരിയില്ല എന്ന് പന്തായം വെക്കാൻ. അതിനുശേഷം താങ്കൾ പറഞ്ഞു ചുരുങ്ങിയത് 5-10 വരെ പോകാമെന്ന് പറഞ്ഞു. അതിന് പന്തായം ഉണ്ടോ? വിട്ട്. അപ്പൊ MS കുമാർ, അതായത് പരമാവധി 5 എന്നുള്ളതില്ല, 1-2 കിട്ടിയാൽ മതി എന്നുള്ളതാണ് അല്ലേ? എങ്കിൽ പോലും ബിന്ദു കൃഷ്ണ, ആക്സിസ് സർവേ, അതുപോലെ NDT സർവേ, ടൈംസ് സർവേ, ഒരുപാട് സർവേകൾ ഇന്നലെ മുതൽ നമ്മുടെ ആരോ പറഞ്ഞ പോലെ നമ്മുടെ ചിന്താപഥത്തിലേക്ക് ഇങ്ങനെ വണ്ട് മുരളുന്ന പോലെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരിപ്പെട്ട എല്ലാ രാഷ്ട്രീയക്കാരുടെ ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ള വലിയൊരു ചലനം. വേണം ഒന്ന് ക്വിക്കായിട്ട് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ആക്സിസ് ഇന്ത്യ ടുഡേ സർവേ, LDF 88-101. ഉണ്ണി വിശ്വസിക്കുന്നത് പോലും ഇല്ല. അതാ ഉണ്ണിയുടെ മുഖത്ത് അതൊരു സുനാമിയാണ്. 88 മുതൽ 101 മുതൽ. UDF 38 മുതൽ 48. BJP 03. അതേഴ്സ് 14. ഇതേതാണ് അതേഴ്സ്? എനിക്ക് മനസ്സിലായി. BDJS ആയിരിക്കും. പക്ഷെ BJP ഇല്ല, BJP പ്ലസിൽ 0 to 3 ഉണ്ട്. പെർസെന്റേജ് സോമശേഖർ, ഈ സർവേ നമുക്കൊരു പറയും. ഈ LDF-ൽ ഘടകകക്ഷികളല്ലാത്ത ചിലർ LDF-ന്റെ പിന്തുണ LDF-ലെ ഘടകകക്ഷികളല്ലാത്തവർ ഇതിനകത്തും കാണുണ്ടോ? സോമശേഖർ, ഒരു സെക്കൻഡ്. ഈ പറഞ്ഞ സർവേ, ഈ സർവേയിൽ കണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം, അതായത് പെർസെൻറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ LDF-ന് 42.9%. അല്ല, ക്ഷമിക്കണം, 43%.
UDF 35 മാത്രം. 8% അന്തരം രണ്ട് മുന്നണികൾ തമ്മിൽ. BJPക്ക് കിട്ടുന്ന കേവലം 11% മാത്രം. ഇതാണ് ഈ താങ്കൾക്ക് എന്തെങ്കിലും തരത്തിലൊരു അതിനോട് ഒരു കാലത്തെയും നമ്മുടെ ഇലക്ഷൻ റിസൾട്ടുമായിട്ട് ഇതിനകത്ത് യോജിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വേറൊരാളുടെ സർവേയെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയില്ല. പക്ഷേ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് മേധാവിക്ക് വേണമെങ്കിൽ അഭിപ്രായം പറയാനുള്ള അവസരം കൊടുക്കണോ? പറയൂ, താങ്കൾ പറയും. ഒരു 8% ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ LDF ഒരു 110 സീറ്റിൽ മുകളിൽ പോകണം. ഒന്നത്. രണ്ട്, ഈ 22% വോട്ടിൽ 11% BJPക്ക് കൊടുത്തേക്കുന്നു. ബാക്കി 11% ആരാണ്? അതേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് ഈ അതേഴ്സ്? 11% വോട്ട് പിടിക്കാൻ പറ്റുന്ന അതേഴ്സ് ഈ കേരളത്തിൽ ഈ ഇലക്ഷനിൽ ആരാണ്? സാധാരണ ഇവിടെ അതേഴ്സ് വരുന്നത് 2 to 3% ആണ്. അത് വിട്ടാൽ തന്നെ എൻ്റെ ഒരു സംശയം, ഈ BJPക്ക് ഗണ്യമായ വർധനവ് പറയുന്നില്ല, കോൺഗ്രസിന് നന്നായിട്ട് കുറയുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും LDFിലേക്കാണ് പോകുന്നതെന്നുള്ളതാണ് ഇതിന്റെ സൂചന. അങ്ങനെയല്ല കാണുന്നത്. ഇത് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ കുറെ ഹിഡൻ വോട്ട് എപ്പോഴും ഉണ്ട്. അതായത് ഒരു അഭിപ്രായ സർവേയിൽ ആ ഹിഡൻ വോട്ടാണ് ഈ 11%. അതിനെ ശരിയായി ഉപയോഗിച്ചില്ല. അത് യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചില്ല അത് ആരുടെ വോട്ടാണെന്ന്. അതായത് ആൾക്കാർ റിവീൽ ചെയ്യാൻ ബുദ്ധിമുട്ടി, അവർ പറഞ്ഞില്ല. പക്ഷേ മറ്റേതെങ്കിലും ക്രോസ് ക്വസ്റ്റ്യൻ വെച്ചിട്ട് അവരുടെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി മനസ്സിലാക്കാനുള്ള ശ്രമം നടത്തിയില്ല. പിന്നെ ഇതിൽ അതേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതല്ല, പിന്നെ ഈ അഭിപ്രായം പറയാത്തവരല്ല അതേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത്. പിന്നെ അതേഴ്സ് എന്ന് പറഞ്ഞേക്കുന്നത് മറ്റുള്ളവർക്ക് കിട്ടിയേക്കാവുന്ന വോട്ടിനെ കുറിച്ചാണ്. അല്ല 15% പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ ഈ അതേഴ്സിൽ 4 പേര് ജയിക്കുമെന്ന് മറ്റോ പറഞ്ഞിട്ടുണ്ടല്ലോ. അതല്ല, അത് പ്ലസ് ബാക്കിയുള്ളവരെല്ലാം കൂടെയാണ് ഇവർ ഈ 11 പറഞ്ഞേക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് അതിൽ ആകെ ഉള്ളത് PC ജോർജ് മാത്രമാണ് ഒരു ഉള്ളത്. 7% ഡിഫറൻസ് ഉണ്ടല്ലോ, UDF 8%. അത് അസംഭാവ്യമാണ്. അത് അസംഭാവ്യമാണ്. അത് എങ്ങനെ അപ്പൊ ബിന്ദുകൃഷ്ണ, നിങ്ങളുടെ നിലപാടിനെയാണ് ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ, സോമശേഖർ ഉൾപ്പെടെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നത്. ഒരു പരിധിവരെയല്ല, ഒരു കാര്യമായ ഒരു ശരി അതിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ ഒരിക്കൽ പോലും മുന്നണികൾ തമ്മിൽ ഇത്രയും വലിയ വോട്ടിംഗ് പെർസെന്റേജ് വ്യത്യാസം എടുത്തില്ല. പ്രത്യേകിച്ച് 100 സീറ്റുകൾ കിട്ടിയ സമയത്ത് പോലും ഇത്തരം വ്യത്യാസങ്ങൾ വരാറില്ല. പെർസെന്റേജ് വ്യത്യാസം മാത്രമല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ സർവേ ശരിയാണെങ്കിൽ ബംഗാളിൽ ഈ CPM അതുപോലെ LDFും കോൺഗ്രസും തമ്മിലുള്ള മുന്നണിക്ക് വളരെ തുച്ഛമായ സീറ്റുകളേ ഉള്ളൂ. ഈ സർവേ അങ്ങനെ പ്രവചിക്കുന്നത് അത് അത്രയും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഉണ്ണി പറയണോ, ഇതേ ഏജൻസിയാണ് ബീഹാറിൽ കറക്റ്റായിട്ട് കിട്ടിയെന്ന്. അല്ല, എന്തായാലും ഇത് എക്സാജറേഷൻ ആണെന്ന് മനസ്സിലാക്കൽ. ഈ ശതമാനത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ടാകാം, സീറ്റുകൾ ഏതാണ്ട് ഇതുപോലെയൊക്കെ വരാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കി കണ്ടുപിടിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളും വസ്തുക്കളും സംഭവിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കോമൺ സെൻസ് അനുസരിച്ച് എക്സാജറേറ്റഡ് ഫിഗർ ആയിട്ട് തോന്നാം. പക്ഷെ ഇതാണ് റിയാലിറ്റി എങ്കിൽ കേരളത്തിൽ വലിയൊരു രാഷ്ട്രീയ മാറ്റം സംഭവിക്കാൻ പോകും. ഇത് റിയാലിറ്റി. ഈ ഇലക്ഷന് മുമ്പ് നടത്തിയ സർവേകളുണ്ടല്ലോ, പീപ്പിൾ നടത്തി, ഏഷ്യാനെറ്റ് നടത്തി, അതിലൊക്കെ തന്നെ ഇത്തിരി വലിയൊരു തരംഗം കണ്ടില്ല. മാത്രമല്ല, ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടതെന്ന് ജനങ്ങളോട് ചോദിച്ചപ്പോൾ 1ാം സ്ഥാനത്ത് വന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. ബിന്ദുകൃഷ്ണ, അതിനേക്കാൾ യുക്തിഭദ്രമായ ഒരു ആർഗ്യുമെന്റ് നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നത്, ഇതേ ആക്സിസ് നടത്തിയ അഭിപ്രായ സർവേയില് ഇടതുപക്ഷവും UDF തമ്മിൽ ആ ഒരു സീറ്റിന് വ്യത്യാസം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആക്സിസ് നടത്തിയ അഭിപ്രായ സർവേയില്. പക്ഷെ സ്വന്തമായിട്ട് സർവേ നടത്തിയൊരു വിദ്വാൻ നമ്മുടെ അടുത്തുണ്ട്, ഫക്രുദ്ദീൻ. താങ്കൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി സർവേ നടത്തിക്കൊണ്ടിരുന്നത് ഞാൻ കണ്ടല്ലോ. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല. ആക്സിസിനെ തള്ളിക്കളഞ്ഞു. അല്ല, ഒരു കാര്യം കേട്ടോ, പറയൂ. ഇത്രയും ശക്തിയായ ഒരു ത്രികോണ മത്സരം പല മണ്ഡലങ്ങളിലും ഉണ്ടായ ഒരു തെരഞ്ഞെടുപ്പാണ്. അത്ര ശക്തമായ സാന്നിധ്യം NDA BJPയും സഖ്യകക്ഷികളും നടത്തിയിട്ടും ഞങ്ങൾക്ക് 11% വോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്ന പല തെരഞ്ഞെടുപ്പിലും 10-11% വോട്ടുകൾ BJPക്ക് നേടി. ഞാൻ 14-15 കുമാറിന് കൊടുത്തപ്പോൾ കുമാർ തൃപ്തനാകാതെ മോഹം വീർപ്പിച്ച് ഇവിടുന്ന് പോയി. അതുകൊണ്ടാണ് ഇപ്പൊ അവർ 11 കൊടുത്തപ്പോൾ അവിടെ BJPയുടെ നേതാക്കന്മാര് വെളുക്ക ചിരിച്ച് മാതൃഭൂമിയുടെ സ്റ്റുഡിയോ ഇരിക്കുന്നത് കണ്ടു. ഇതാണ് ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ആര് ചിരിച്ചെന്ന് എനിക്കറിയാം. ഒരു കാരണവശാലും പേര് ഞാൻ പറയണം. എനിക്ക് കേൾക്കണ്ട. BJP 14 വരെയെങ്കിലും എത്തുമെന്ന് എനിക്ക് തോന്നുന്നത്. ഓക്കെ. ഇതില് ഒന്ന്, ഈ 140 മണ്ഡലങ്ങളിലും വ്യക്തമായ ത്രികോണ മത്സരമല്ല നടന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ NDA എന്നുള്ള NDA എന്ന് സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ടി ഓഫ് ദ NDA, അതിനകത്ത് അവർ തന്നെ ഇല്ല. അവർ വേറെ NDA ആയിട്ടാണ് ശിവസേന ഇവിടെ മത്സരിക്കാനായി പോയത്. ഒരു പുതിയ കൂട്ടുകെട്ടാണ് ഇവിടെ കിട്ടിയത് BJPക്ക്. ആ വിധത്തിലുള്ളൊരു മത്സരം അങ്ങനെയാണ് എങ്കിൽ ബ്രിട്ടാസ് ആദ്യം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. കാരണം ഒരു പുതിയ പാർട്ടിയുടെ എൻട്രി എന്നുള്ളത് കൊണ്ട് ഈ വിധത്തിൽ കൂടി എന്നുള്ളത് അതൊരു ശരിയായ ഒരു വിലയിരുത്തലല്ല. വാസ്തവത്തിൽ സംഭവിച്ചിട്ടുള്ളത് മുരുകൻ പറഞ്ഞതിനോടാണ് എനിക്ക് യോജിപ്പുള്ളത്.
കാരണം ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വല്ലാതൊരു 3 ഭാഗത്തായെങ്കിൽ 3 ഭാഗത്ത്, ചിലയിടങ്ങളിൽ 2 ഭാഗത്തായി തന്നെ അത് വ്യക്തമായൊരു പൊളിറ്റിക്കൽ പോളറൈസേഷനിലേക്ക് പോയി. അതോടൊപ്പം തന്നെ ഇവിടെ ഉയർത്തിക്കൊണ്ടുവന്നതായിട്ടുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ LDFനെ അത്തരം ഒരു കാര്യത്തിൽ ഇപ്പോൾ നേരത്തെ നിങ്ങൾ 2 മാധ്യമപ്രവർത്തകർ തമ്മിൽ ഇവിടെ ഒരു തമാശ പറഞ്ഞൊരു കാര്യമുണ്ട്. താങ്കൾ എന്നിട്ടും താങ്കളത് ഇപ്പോൾ ഇദ്ദേഹം ആ ക്രെഡിറ്റ് താങ്കൾക്ക് നൽകാനും താങ്കൾ അത് തൽക്കാലത്തേക്ക് അത് മാറ്റിവെക്കുകയും ചെയ്തൊരു കാര്യമുണ്ടല്ലോ. ഈ ചില മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ വല്ലാതെ അതെ LDF വരും എല്ലാം ശരിയാകുന്നത്. ഈ മുദ്രാവാക്യം ജനങ്ങൾ മുഴുവനും എല്ലാ പ്രസംഗങ്ങളും എല്ലാം ഇങ്ങനെ അച്ചടിച്ച് കൊടുക്കുന്നത് മുഴുവനും വായിച്ച് തീർത്തല്ല ജനങ്ങൾ വളരെ പെട്ടെന്ന് വളരെ കാച്ചിങ് ആയിട്ടുള്ളത് അവരുടെ മനസ്സുകളിലേക്ക് ആഴത്തിലേക്ക് ചെല്ലുന്നത് അവരുടെ ജീവിതാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്ന് കൂടെ നോക്കലാണ് ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു 5 മിനിറ്റ് മുമ്പ് ഇവിടെ കാണിച്ചതായിട്ടുള്ള ഈ കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ചുള്ളതിൽ, ആ വോട്ടിംഗ് പാറ്റേണിനെ സംബന്ധിച്ചുള്ളതിൽ 2011 മാത്രമാണ് LDFും UDFും തമ്മിൽ ഒരു വല്ലാത്തൊരു നെക്ക് ആൻഡ് നെക്ക് റേസ് എന്ന് പറയാം. അതിൽ ആ 2 മുന്നണികൾക്കും കിട്ടിയ പെർസെന്റേജ് വൈസ് കൂടി മൊത്തം പെർസെന്റേജ് ബ്രിട്ടാസ് കാണിച്ചു. അതിൽ LDFന് എത്ര, UDFന് എത്ര, BJPക്ക് എത്ര എന്നുള്ളത് കൂടി ആ ഒരു അനലൈസ് അങ്ങനെ ചെയ്തുകൊണ്ട് കൂടി പോകണം. വേറൊന്ന്, ഞാൻ ഈ പറഞ്ഞതിൽ എല്ലാ മണ്ഡലങ്ങളിലുമല്ല 70 മണ്ഡലങ്ങളിൽ പോലും കൃത്യമായ ത്രികോണ മത്സരം നടന്നിട്ടില്ല. 70 മണ്ഡലങ്ങളിലും 70-ലേറെ മണ്ഡലങ്ങളിൽ നടന്നതും വ്യക്തമായ നേരിട്ടുള്ള മത്സരമാണ്. നടന്നു ആരും പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പിന്നെ എങ്ങനെയാണ് ത്രികോണ മത്സരം എന്നുള്ളതിലേക്ക് അല്ല ഒരു സെക്കൻഡ്, എനിക്കൊന്നും ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് ഇപ്പൊ ഞാൻ ഉണ്ണികൃഷ്ണൻ പറഞ്ഞതിനോട് വേറെ രീതിയിൽ ഞാൻ പറയാം. അതായത് ഒരു പുതിയ പാർട്ടി ശക്തമായി വന്നപ്പോൾ വോട്ടിംഗ് പെർസെന്റേജ് വർദ്ധിച്ചത് അവരെ കൊണ്ട് മാത്രമല്ല, അവർക്കെതിരെയും വരാം. അത് രണ്ടും വരാം. അതായത് BJP BDJSന്റെ സാന്നിധ്യം കൊണ്ട് അവരുടെ അനുയായികൾ മാത്രമല്ല അവരെ എതിർക്കണമെന്ന് ആഗ്രഹിക്കുന്നവരും വരാം. അല്ലേ എന്റെ പോയിന്റ് മറ്റൊന്നാണ്. അത് ഇവിടെ നേരത്തെ ശ്രീ MS കുമാർ പറഞ്ഞൊരു കാര്യത്തിനോടാണ് ഞാൻ ആ കാര്യത്തിൽ യോജിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ചില കാര്യങ്ങൾ because the facts the facts do not cease to exist because they are ignored. ഒരു കാര്യം, ഈ 59-ലെ വിമോചന സമരം നടന്നതിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ 59 നോക്കിയോളൂ താങ്കൾക്ക് വേണ്ടി തന്നിരിക്കുകയാണ്. എല്ലാവർക്കുള്ള ഷെയർ വോട്ട് ഷെയർ അല്ലേ ചോദിച്ചേ? താങ്കൾ ഇത് രണ്ടും തമ്മിലുള്ള അന്തരം ഇവിടെ വന്നിട്ടില്ല. ടോട്ടൽ പെർസെന്റേജ് ആണ് വന്നത്. എന്റെ പോയിന്റ് എന്താന്ന് പറയാം. ഇദ്ദേഹം പറഞ്ഞ 59-ലെ വിമോചന സമരം കഴിഞ്ഞ് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചു. പക്ഷേ സീറ്റ് കുറഞ്ഞു. അതേസമയം കോൺഗ്രസിന്റെ വോട്ട് ഷെയർ വർദ്ധിച്ചു, അവരുടെ സീറ്റ് കൂടി, ഗവൺമെന്റ് ഉണ്ടാക്കാനായി കഴിഞ്ഞു. നല്ല പോളിംഗ് പെർസെന്റേജ് ഉണ്ടായതാണ്. അത് കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് 77-ലാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ളതാണ്. ആഭ്യന്തര അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ വാസ്തവത്തിൽ അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ, ആ ഗവൺമെന്റ് അത്തരത്തിൽ എന്താന്ന് പറഞ്ഞാൽ അവരുടേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വോട്ടും ചെയ്യിപ്പിക്കുമ്പോൾ പ്രതിപക്ഷം അവരുടേതായ വോട്ട് പരമാവധി അവിടെ ചെയ്യിപ്പിക്കുകയാണ്. പക്ഷെ വാസ്തവത്തിൽ അന്നത്തെ പ്രതിപക്ഷ മുന്നണി എന്നുള്ളത് വളരെ ദുർബലമാണ്. ഇവിടെ നമ്മൾ ചുരുക്കി പറഞ്ഞാല് ഉദാഹരണം പറഞ്ഞ മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2% അധികം വോട്ട് വർദ്ധിക്കാനുള്ള കാരണമായിട്ട് രാഷ്ട്രീയമാണ്. വ്യക്തമായി രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ വളരെ വിപുലമായൊരു സംശയമാണ്. അതിലെല്ലാം വന്നിരിക്കണം. അതിൽ ഞാൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ പറഞ്ഞതും അദ്ദേഹം പറഞ്ഞതുകൊണ്ട് വലിയ വ്യത്യാസമില്ല. അത് വേറൊരു ഭാഷയില് ഈ പറഞ്ഞ സമ്പത്ത് ഡോക്ടറേറ്റ് എടുത്തുകൊണ്ട് കുറച്ചും കൂടി വേറെ സമ്പുഷ്ടമായ ഒരു ഭാഷയിൽ പറഞ്ഞതേ ഉള്ളൂ. അല്ല, എനിക്കൊരു സംശയമുണ്ട്. 57-ൽ ബാലറ്റിലൂടെ അധികാരത്തിൽ ആദ്യം വന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. അന്ന് തൊട്ട് ഇന്നുവരെ ഇടയ്ക്കിടയ്ക്ക് എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരും. ഇപ്പോഴും വീണ്ടും 60 വർഷത്തിന് അടുത്ത് നിൽക്കുമ്പോൾ വീണ്ടും പറയാ ഞങ്ങൾ വരട്ടെ എല്ലാം ശരിയാകാം. അത് കാരണം ഇടയ്ക്ക് നിങ്ങളൊന്നും കുളവാക്കും. അതുകൊണ്ടാണ് ക്യാച്ചിങ് ആയിട്ടൊരു മുദ്രാവാക്യം ഈ ഇലക്ഷനെ ഒരു പരിധിവരെ തുണച്ചിട്ടുണ്ടെന്നാണ് സമ്പത്ത് പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുക. അപ്പോൾ ഒരു തമാശ പറയുന്നത്, ചില വീട്ടമ്മമാരൊക്കെ കേടായ മിക്സിയും ഫ്രിഡ്ജും ഒക്കെ വെച്ചിട്ട് സൂക്ഷിച്ചു വെക്കുക, എല്ലാ LDF വന്നിട്ട് ശരിയാക്കാൻ വെച്ചിരിക്കുക. അതെല്ലാം കൃത്യമായിട്ട് ബിന്ദുവിന്റെ വീട്ടിൽ എന്തെങ്കിലും കേടുന്നുണ്ടെങ്കിൽ സമ്പത്തിന്റെ വീട്ടിലേക്ക് കൊടുത്തു വിട്ടോളൂ. നമുക്ക് അടുത്തൊരു കുഴപ്പമില്ല. ക്ലിക്ക് ചെയ്തു. ഓക്കെ, അടുത്ത് ഇന്ത്യ TV സർവേ നോക്ക്. എന്തൊരു അന്തരമാണ് ഇതൊക്കെ. ഈ പറഞ്ഞ ഡോക്ടർ പ്രഭാഷിനെ പോലുള്ള സെഫോളജിസ്റ്റ് നടത്തിയ പഠനമാണ്. അപ്പോൾ ഒരു സെഫോളജിസ്റ്റ് വേറെ സെഫോളജിസ്റ്റിലേക്ക് മാറുമ്പോൾ നോക്കുക, LDFന് 74 മുതൽ നമ്മൾ എന്ത് അത്ഭുതപ്പെടാൻ. ഇപ്പൊ മെഡിക്കൽ കോളേജ് നമ്മളൊരു അസുഖമായിട്ട് ചെന്ന് ഒരു ഡോക്ടർ ചെന്നാൽ പറയുമ്പോൾ ഇയാൾക്ക് ക്യാൻസർ ആണെന്ന് പറയും, വേറെ ആൾക്ക് ചെന്നാൽ പറയും ഒരു കുഴപ്പമില്ല കൊതു കടിച്ചാന്ന് പറയും. അതുപോലെ കണ്ടാൽ മതി. അതായത് മെഡിക്കൽ സയൻസിൽ പോലും അന്തരം ഉണ്ടാവാമെങ്കിൽ ഒരു സാമൂഹ്യ ശാസ്ത്രത്തില് അതൊരു ഇംപെർഫെക്റ്റ് സാധനമാണ്.
കാര്യം ഇപ്പൊ നിങ്ങളെ പോലുള്ളവരാ ചോദിക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ സത്യം പറയും ആരെങ്കിലും വിശ്വാസ്യത ഉണ്ടോ ഇല്ലയോ എന്നാണ് പറഞ്ഞോണ്ട് അല്ല അത് ഉണ്ട് മെത്തഡോളജി ഇൻഡിക്കേറ്റർ എന്തായാലും ഇത് ബിന്ദുവിനോട് താല്പര്യപ്പെടുന്ന അത്ര താല്പര്യമില്ലെങ്കിൽ പോലും ഒരു പക്ഷേ എനിക്ക് സന്തോഷം തിരിച്ചായ സന്തോഷം 74-52 UDF 54-62 ശരിയാകും. BJP 0 to 4 BJP 0 to 4 എന്ന് പറയുമ്പോൾ സീറോയും ആകാം ഞാൻ ഈ സീറോയുടെ മുതൽ കാരണം എന്താ അറിയോ ഈ അക്കൗണ്ട് എന്നുള്ള കാര്യം ഭയങ്കര സൈക്കോളജിക്കലായ സാധനമാണ്. ഇപ്പൊ അടുത്ത് ഇവിടെ അതേഴ്സ് ഉണ്ട് കേട്ടോ 0-4 അത് PC ജോർജ് ഉൾപ്പെടെയുള്ള ആൾക്കാരായിരിക്കാം. അല്ല അവരെങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു LDF-ന്റെ ഇൻഡിപെൻഡൻസ് മറ്റൊരു അൻവറയൊക്കെ വെച്ചേക്കാം. അടുത്ത ടൈംസ് നോ LDF 78 UDF 58 BJP പ്ലസ് 2 BJP തുളസിയേട്ട 2 അക്കൗണ്ട് താമര പിന്നെ കൊടവല്ല എന്നാണ് ചെളി. ഓക്കെ അതേഴ്സ് 02 അത് BDJS ആകാം. അത് വരത്തില്ല BJP പ്ലസ് എന്ന് BJP പ്ലസ് ആണ് അതിൽ വരില്ല. അതിലൊന്ന് PC ജോർജിനെ ആയിരിക്കും പെടുന്നത്. അതെ അവലിപ്പോ 2 വന്നു. ഇവർക്ക് എല്ലാവർക്കും അസഹിഷ്ണുതയാണല്ലോ. BJPക്ക് ഒരു സീറ്റ് എന്ന് കണ്ടാൽ എല്ലാവർക്കും അതായത് ഫക്രുദ്ദീൻ അതായത് നിങ്ങൾക്ക് വെള്ളാപ്പള്ളിക്ക് സീറ്റ് കിട്ടിയാലും BJP കിട്ടാൻ പാടില്ല. വെള്ളാപ്പള്ളി നമ്മളെ ബീഫ് കഴിക്കേണ്ടെന്ന് പറഞ്ഞില്ല. ഇവര് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ബീഫ് കഴിക്കണം. ഇതൊക്കെ എഴുതി തള്ളിയ കാര്യങ്ങളല്ലേ ബീഫൊക്കെ. ഇതൊക്കെ വളരെ സില്ലി ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ കഴിച്ചോ എവിടെ കേരളത്തിൽ ഇതിന് അടുത്ത് ടുഡേസ് ചാണക്യ LDF 75 UDF 57 BJP പ്ലസ് ഏറ്റവും 08 ഇതാണ് ഏറ്റവും ശരിയായിട്ടുള്ള അസസ്മെന്റ്. ഏറ്റവും ശരിയായ അസസ്മെന്റ്. ഒരു പന്തായം വെക്കുന്ന അവിടെ മുരുകനുമായിട്ട് ശരിയാണെങ്കിൽ മുരുകൻ തയ്യാറായിരിക്കുകയാണ്. 08 അതേഴ്സ് 00. അതെ അടുത്തത് ഇതാണ് ബിന്ദു കൃഷ്ണക്ക് ഇഷ്ടപ്പെടാൻ പോകുന്ന നിർണായക ഘടകമാകാൻ പോകുന്ന പ്രശ്നം. ഇതാ ന്യൂസ് നേഷൻ LDF 70 അല്ല LDF അല്ലല്ലോ UDF 70 ഇത് കറക്റ്റാണ്. 70-71 ആണ് അവരത്ത് വന്നിരിക്കുന്നത്. UDF അതായത് ന്യൂസ് സ്റ്റേഷൻ സർവേയില് UDF-ന് 70 LDF-ന് 69 BJP 1 68 70 69 70 1 69 70 1 മുരുക അതിനകത്ത് വല്ലോ ഞങ്ങൾ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന്. ഇതിനകത്ത് ഇതെല്ലാം കൂടെ കൂട്ടി നമ്മളൊരു യന്ത്രത്തിലിട്ട് കറക്കിയിട്ട് അതിന്റെ റിസൾട്ട് എടുക്കണം. കറക്കി കുത്തണം ആവറേജ്. അപ്പോഴത്തേക്ക് നമുക്കൊരു ഫിഗർ കിട്ടും. അതായിരിക്കും ഉണ്ണികൃഷ്ണൻ ഇക്കുറി ഒരുപാട് കൺഫ്യൂഷൻ വന്നു. ഈ ഒരു എക്സിറ്റ് പോളുകളുടെ ഒരു ആധിക്യവും അതിന്റെ വൈവിധ്യവും വൈരുദ്ധ്യവും കൂടിയിട്ട് ഈ ഇത്തവണത്തെ ഇലക്ഷനെ വളരെയധികം സങ്കീർണമായിട്ടുള്ള ഒരു ഇലക്ഷനാണ്. വളരെ പെട്ടെന്ന് നമുക്ക് കാര്യങ്ങളിലേക്ക് ചെന്നെത്താൻ പറ്റാത്ത തരത്തിൽ അടിയൊഴുക്കുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇലക്ഷനാണ്. അതേ ഒരു ഒബ്സ്ക്യൂരിറ്റി ഈ കണക്കുകളിൽ റിഫ്ലക്ട് ചെയ്തു. നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മൂക്കുകൊണ്ട് ഇച്ഛ വരയ്ക്കുന്നൊരു സമയമായി മാറിയത്. അതുമില്ല, നമ്മളെപ്പോലുള്ള ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അറിയാവുന്ന ആളുകൾക്ക് ഇത് മൂക്കൊണ്ട് ഇക്ഷ വരയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, അത് കാണണം. പിന്നെ മറ്റൊന്ന് അറിവിന് വേണ്ടി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ 101 സീറ്റൊക്കെ പ്രവചിച്ച സർവേയിൽ കേട്ടൊരു കാര്യം, എക്സിറ്റ് പോൾ എന്നുള്ളതിനെ കുറിച്ച് നമ്മുടെ നാട്ടുകാർക്ക് ഒരു പല തെറ്റിദ്ധാരണയുണ്ട്. ഇത് 13 ദിവസം കൊണ്ടാണ് ഈ എക്സിറ്റ് പോൾ ഇവർ നടത്തിയതെന്നാണ് ഇന്നലെ ചാനലിൽ പറയുന്നത്. നമ്മൾ വേറൊരു സർവേയെ കുറിച്ച് അത് പിന്നെ ബിന്ദുവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ലാലി പറയുന്ന കാര്യങ്ങൾ അതൊക്കെ അതുകൊണ്ടൊന്നും അല്ല, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ഇവര് തമ്മിലൊരു മാച്ച് ഫിക്സ് കിടക്കുന്നത്. ഡോക്ടർ സമ്പത്തിന് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ എനിക്ക് എം എസ് കുമാർ നമ്മളിപ്പോ ഈ മാച്ച് ഫിക്സ് കിടക്കുന്നുണ്ട് ഇടയ്ക്ക്. കാരണം വെച്ചാല് ഈ ആക്സിസിനെ മോശക്കാരാക്കാൻ വേണ്ടി ഒരു സങ്കല്പ ലോകത്തിരുന്നുകൊണ്ട് കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്തു. സത്യവും നമ്മളെ ഈ ചർച്ചയും തമ്മിൽ ഏതാണ്ട് 10-18 മണിക്കൂർ വ്യത്യാസമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. നമ്മൾ ചുമ്മാ ഒരു അല്ല, പക്ഷേ എം എസ് കുമാർ കണ്ടെത്തിയ സർവേയുടെ റിസൾട്ട് പറഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നം ലാസ്റ്റിലേക്ക് വെച്ചിരിക്കുന്നില്ല. ഇല്ല, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. ഈ സർവേയുടെ സീറ്റ് പറയാന്ന് പറയുന്നത് ആരും ഏത് സീറ്റും പറയാം. ഇതിന്റെ പെർസെന്റേജ് ഓഫ് വോട്ടും സീറ്റും കൂടെ ശരിയായി വരുമ്പോഴാണ് ആ സർവേ ശരിയാകുന്നത്. അതെ, പെർസെന്റേജ് ഓഫ് വോട്ടും അതാണ് നമ്മളെ ഇലക്ഷൻ റിസൾട്ട് അറിഞ്ഞിട്ട് നോക്കേണ്ടത്. എത്രത്തോളം പെർസെന്റേജ് വോട്ട് അടുത്ത് വരുന്നു.
അതനുസരിച്ചിട്ട് സീറ്റിന് എങ്ങനെ വ്യത്യാസം വരുന്നു. അതല്ലാതെ സീറ്റ് പറയുകയും പെർസെൻറ്റേജ് പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമുക്കൊരു എന്തായാലും സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പ് മേധാവിയായിട്ടുള്ള നമ്മുടെ സോമശേഖരന് ആ കോളേജിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ ഈ പറഞ്ഞ കണക്ക് കൃത്യമായിരിക്കണം. അതല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേർ എന്തായാലും മൂപ്പരെ അവിടെ സ്വസ്ഥതയോടെ ജീവിക്കാൻ അനുവദിക്കില്ല. അതുകൊണ്ട് താങ്കളുടെ റിസ്കിലാണ് ഈ കണക്കുകളെല്ലാം ഒരു പക്ഷെ നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഏറ്റെടുക്കാൻ തയ്യാറാണല്ലോ. ഇതൊരു ആഹ്വാനമാണ്. CS-ന്റെ CS-ന്റെ സർവേ. ഓക്കെ.